എനിക്ക് വീട്ടിൽ ഒരു സൗകര്യമില്ല. ഞാൻ വരുമ്പോൾ പല പല ആൾക്കാരാണ് വീട്ടിൽ. ആ മക്കൾക്കറിയാതെ, പക്ഷെ മക്കൾ ഇപ്പൊ പറയുകയില്ലാന്ന് വെച്ചാൽ തള്ള ഇപ്പൊ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്, കൊടുക്കുന്നില്ല. ഞാൻ കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുകയില്ല. മക്കൾ എന്നോട് ഈ മക്കൾ ഇരുത്തിക്കൊണ്ടാണ് ഈ മക്കൾ ഇരുത്തിക്കൊണ്ട് മക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാപ്പച്ചി എന്തിനാ ഞങ്ങൾ അമ്മച്ചിയോട് നടക്കുന്ന, ബാപ്പച്ചി വേറൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്കുന്നു പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവരെ തള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചു, അതിൽ എനിക്ക് 2 കുട്ടികളുണ്ട്. അതും ശ്രീധരൻ ഇല്ലാതെ ഞാൻ കല്യാണം കഴിച്ചത്. 5 പൈസ ശ്രീധരൻ വാങ്ങിച്ചിട്ടില്ല. ശ്രീധരൻ എന്നാ വാങ്ങിക്കുന്നത്? പിന്നെ ഞാൻ വെള്ളം അടിക്കുകയല്ല, മറ്റുള്ള കമ്പനിയെ ഒന്നുമില്ല. ജോലി ചെയ്യുക, വീട്ടിൽ പോവുക, അതല്ലാതെ വേറെ ഇതൊന്നും ഒരു പ്രശ്നത്തിന് പോകുന്നില്ല. പ്രശ്നങ്ങളില്ല. എനിക്ക് പോലീസ് കേസില്ല. ഞാൻ പോലീസ് സ്റ്റേഷനെ പണിയിട്ടില്ല. ഇത്ര കാലമായിട്ട് ചവിട്ടിയിട്ടില്ല. ഈ മക്കളായിട്ട് 2-3 പ്രാവശ്യം പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ആ കേരളത്തിൽ ഞാൻ ചവിട്ടിയത്. ഇത് വസ്തുനിഷ്ഠ കാര്യമാണ്. എനിക്ക് കളത്തരം പറഞ്ഞ ഒരു കാര്യമില്ല. ഇവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല. ഭർത്താക്കന്മാരും 2 മക്കളുള്ള മക്കൾക്ക് ഞാൻ ഇനി എങ്ങനെ അതിനകത്ത് ഞാൻ ഇനി കൊടുക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ സൗദിയിൽ നിന്ന് ഈ ഇടയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ടാണ് വന്നത്. ഞാൻ പ്രഷർ വന്നിട്ട് റോട്ടിൽ വീണു, റിയാദി വെച്ച് റോട്ടിൽ വീണിട്ട് എൻ്റെ ഇവിടുത്തെ പല്ലുകളെല്ലാം പോയി. എൻ്റെ ഈ മൂക്കിൻ്റെ അസ്ഥി പൊട്ടിപ്പോയി. അപ്പോൾ എനിക്ക് വാ തുറക്കത്തില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ മലയാളി സിസ്റ്റർമാർ, നല്ല മനുഷ്യർ ചെയ്തോളാൻ പറഞ്ഞു. അവരാണ് എന്നിട്ട് ഓപ്പറേഷൻ ചെയ്തത്. എന്നിട്ട് 1 പൈസ ഇല്ലാതെ ഞാൻ വന്നത്. എന്നിട്ട് പോലും ഇവരുടെ ആരുടെ ഞാൻ ചോദിച്ചില്ല. പിന്നെ എന്നെ ശല്യം ചെയ്ത് വീട്ടിൽ വന്ന് ഇപ്പോഴത്തെ ഭാര്യയുടെ വീട്ടിൽ വന്ന് ശല്യം ചെയ്യാൻ. ഞാൻ അവരുടെ കാര്യത്തിലൊക്കെ ഇപ്പം ജീവിക്കുന്നത്. പ്രവാസി മലയാളികളുടെ ആധാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് അവരാ ചെലവിൻ്റെ ശേഷം ഞാൻ ആരും ജീവിതം കഴിഞ്ഞിട്ടാൻ പോയിട്ടില്ല, കക്കാൻ പോയിട്ടില്ല, ഓട്ടിക്കാൻ പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്നെ വെറുതെ വിട്ടാൽ പോരെ? ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം എന്നെ പോയി ഇവരുടെ കൂടെ കൂടി. ഇനി അത് നഷ്ടപ്പെടുത്തുന്നതാണോ പറയുന്നത്? ഞാൻ ശ്രീധരൻ വാങ്ങിച്ചിട്ടില്ല. കഴിഞ്ഞ പിന്നത്തെ മാസം ഈ കൊച്ചിന്റെ 2ാമത്തെ കൊച്ചിന്റെ പിന്നെ മകളെ പട്ടി കടിച്ചു എന്ന് പറഞ്ഞു. 2449 രൂപ ഞാൻ വണ്ടിപ്പെരിയാർ സ്റ്റേറ്റ് ബാങ്കിലെ പിന്നെ മുത്തൂറ്റ് ബാങ്കിലെ അയച്ചു കൊടുത്തിട്ട് എടുത്തോളാൻ പറഞ്ഞു. ചോദിച്ചു നോക്ക്. ഇതൊന്നും ഞാൻ കളത്താൻ പറയല്ല. ഞാൻ സത്യത്തെ പറയും. ഞാൻ ആരെയും വഞ്ചിച്ച തട്ടിച്ചു ഞാൻ എനിക്കെടുക്കുന്ന കാര്യമില്ല. പിന്നെ എന്റെ സ്ഥലം, എന്റെ വീട്, അത് പള്ളിക്കാരൻ്റെ ബാപ്പായ്ക്കും അമ്മായ്ക്കും കൊടുത്ത വീടാണ്. അത് എനിക്കൊരു അവകാശവും ഇല്ല. അത് കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ അത് വ്യവസ്ഥയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞാണ് കൊടുത്തിരുന്നത് 1957. അതിൻ്റെ ആധാരം ഇരിക്കുന്ന പള്ളിക്കാരുടെ കയ്യിലാണ് ആധാരം ഇരിക്കുന്നത്. 80 വയസ്സ് പ്രായമുണ്ട് എൻ്റെ അമ്മ. എൻ്റെ അമ്മ 80 വയസ്സ് പ്രായമുള്ള എൻ്റെ അമ്മാനെ പരിവഴി ഇറക്കി വിട്ടിട്ട് അതിൻ്റെ വീട് പിള്ളേർക്ക് കൊടുക്കണമെന്ന് അത് എന്തൊരു ന്യായമാണ്? അതിന് ആധാരമില്ല, കൈവശരേഖയില്ല. ഉടനെ കൈവശരേഖയില്ല. നിങ്ങള് തലമുറകളായിട്ട് എനിക്ക് വസ്തു ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ ഞാൻ കൊടുക്കാം, ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ എനിക്ക് വസ്തുവില്ല. എനിക്ക് വസ്തു ഉണ്ടോന്ന് വസ്തുനിഷ്ഠമായിട്ട് പിന്നെ അല്ലെങ്കിൽ ഇവര് തെളിയിക്കാൻ ഒരു വില്ലേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഞാൻ കരമടച്ച രസീതോ എനിക്ക് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ട് ഹാജരാക്കട്ടെ. ഇല്ല, അവര് പറഞ്ഞു താമസിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിലാണ്. ഇതൊക്കെ സഹിക്കാൻ വരാത്തതുകൊണ്ട് പറയുന്ന അല്ല, കല്ല് കാണിക്കൊന്നുമല്ല. എന്റെ ഉള്ളിലെ വിഷം മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങൾ സമാധാനപ്പെടും. അങ്ങനെ ഒന്നും അവര് പറഞ്ഞില്ല. നിങ്ങൾക്ക് ഓരോ പ്രശ്നം വരുമ്പം പൈസ മാത്രം മതി. വാപ്പാരെ കാണുന്നത് മക്കളെ വാപ്പാരെ കാണണ്ടെന്ന് ആരും പറയല. സമൂഹത്തിൽ ആരും പറയല, കാണണ്ടെന്ന് ആരും പറയല. പക്ഷെ മക്കളെ പള്ളി പെറ്റീഷൻ കൊടുത്ത് പള്ളിക്കാരുടെ മുമ്പ് വെച്ചാണോ തന്തനെ വിളിപ്പിച്ച് കാണുന്നത്? അതോ TV വന്നിട്ടാണോ കാണിക്കുന്നത് തന്ത കാണുന്നത്? അതോ നിങ്ങൾ ഇടയ്ക്ക് പോയി മക്കളെ കാണുമായിരുന്നു? ഞാൻ ഇടയ്ക്ക് മക്കളെ കാണുമായിരുന്നു. കാണുമ്പോ ഇവര് പറഞ്ഞുണ്ടാക്കിയ തള്ളെ കാണാനാ വരുന്നതെന്ന് പറയും. പിന്നെ എന്തിനാ ഞാൻ പോകുന്നത്? ഇപ്പൊ ഞാൻ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഇപ്പൊ യാതൊരു ദുഃഖങ്ങളും ഇല്ല. ഇല്ല, അവര് ഗൾഫിലൊക്കെ പോകുമ്പോ നിങ്ങൾ വിളിക്കുമായിരുന്നു? എനിക്ക് വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ സന്തോഷവാനാണ്. ചെറുപ്പം മുതൽ 31 വർഷം കല്യാണം കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഞാൻ വേശ്യ നടന്നു എന്ന് പുള്ളി പറഞ്ഞില്ല. ഇതിപ്പം പബ്ലിസിറ്റിയാണ് ലോകം. ഇപ്പം ഞാൻ മസ്കറ്റിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള അവര് മലയാളികളാണ് എനിക്ക് ഈ നമ്പർ ഇവിടുത്തെ തന്നത്. അവരാണ് ഈ തന്ന ചുവന്ന സീനത്ത് നീ ഇങ്ങനെ പോകും, നിന്റെ മക്കൾക്ക് നിനക്കും നല്ലൊരു കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്നെ ഇതിലേക്ക് വിട്ടതും അവരിപ്പോൾ ഇത് കാണുന്നുണ്ടാവും. സത്യസന്ധര് ഞാൻ മോശമായ രീതി നടന്നു പറഞ്ഞാൽ മേഡം ഒന്ന് കേൾക്കണം. 2 പെൺകുട്ടികൾ വീട്ടിലുണ്ട്, ഞാനൊരു ചെറിയ പെണ്ണും. ഞാൻ അമ്മയും മക്കളും അന്ന് പറയത്തില്ല. ഞങ്ങൾ 3 പേര് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ചേർത്തിരുന്ന് മരപ്പോലെ ഉണ്ടാവും. ഇപ്പോഴല്ല, അന്ന്. ഈ പുള്ളിക്കാരൻ ശനിയാഴ്ച രാത്രി വരും. പള്ളക്കകത്ത് ഇത്ര നീളത്തിലൊരു കുപ്പിയും കൊണ്ടുവരും. ഇപ്പം മുന്നേ എത്തിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ സന്തുഷ്ടരാണ്, ഞാൻ നല്ല സന്തോഷമായ ജീവിതമാണ്. അന്നത്തെ എൻ്റെ ജീവിതമാണിത്.
പള്ളയ്ക്കകത്തൊരു കുപ്പിയായിട്ട് വരും. ഞങ്ങളുടെ അടുക്കള വാതിക്കൽ ഒരു പേരമരം നിൽപ്പുണ്ട്. പേരയുടെ മണ്ടയിൽ കയറിയിരിക്കും. എന്നെ ഏതാവനെ കാണാൻ വരുന്നതെന്ന് നോക്കാൻ വരും. കൊച്ചുങ്ങൾ ചെറുതാണ്, ഇതുങ്ങൾക്ക് അറിയത്തില്ല. ഇവർ ഇതിനെക്കുറിച്ച് അപ്രതീക്ഷിതമായിട്ട് പറയുമ്പോൾ ജലൽവാച്ച് പേരയുടെ മണ്ടയിലുണ്ടെന്ന് പറയും. അപ്പോഴായിരിക്കും നമ്മളറിയുന്നത് വാപ്പിച്ച് പേരയുടെ മണ്ടയിലുണ്ടെന്ന്. ഇതെന്തിനാണ്? എൻ്റെ കള്ളക്കെട്ടിനെ പിടിക്കാൻ വരുന്നതാണ്. ഒന്ന്, ശനിയാഴ്ച രാത്രി പുള്ളി വരുമ്പോൾ എന്നെ തരുന്ന 150 രൂപ. ഞാൻ കഴിക്കണം, എൻ്റെ 2 മക്കൾ കഴിക്കണം. 2 മക്കൾ പഠിക്കാൻ പോകണം, 2 മക്കൾ ഓതാൻ മദ്രസയിൽ പോകണം. 150 രൂപ കൊണ്ട് സത്യസന്ധമായിട്ടാണ് ഞാൻ എവിടെ കൊണ്ട് സത്യം ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഈ വേദിയിൽ ഇരുന്നിട്ട് 150 രൂപ കൊണ്ട് തന്നു കഴിഞ്ഞാൽ 1000 എച്ച് വർത്താനം പറയതിൽ ആ പൈസ തീർന്നൊരു പുള്ളി അവിടെ ഉണ്ടാവും താനും. ഇത് കഴിഞ്ഞേച്ച് ഇങ്ങനെ ആയി പട്ടിണി. ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. ഒരു കടയിൽ ഞാൻ സമൂസ ഇടുന്നിടത്ത് ഞാൻ സമൂസ ഇടാൻ പോയി. ഞാൻ പോയപ്പോൾ അയാൾ എന്നെ വെച്ചിരിക്കാന്ന് പറഞ്ഞ അപവാദങ്ങളുണ്ടായി. അവിടെ നൈറ്റ് തങ്ങി നിന്നിട്ട് നമ്മൾ സമൂസ ഉണ്ടെങ്കിൽ ഈ പിള്ളേർക്കൊക്കെ അറിയുന്നതാണ്. എൻ്റെ നാട്ടിൽ നിങ്ങൾ വന്ന് അന്വേഷിച്ചോളൂ. എനിക്ക് അയാൾ ഡെയിലി 200 രൂപ വരും. ഞാൻ അയാൾ എന്നെ വെച്ചിരിക്കാതെ പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞുണ്ടാക്കി. ആ പേരുമാനാണ് പുള്ളി കുറേ മോശത്തരമായിട്ടൊക്കെ ഇറക്കി. ഒരു പെണ്ണിന് വീട്ടിൽ വേണ്ടുന്നിടത്തോളം ഒത്തിരി മല പോലെ വേണ്ട. എന്നെ ഇവരല്ലേ അറബി നാട്ടിൽ കയറ്റിവിട്ടത്. എന്നെ അറബി നാട്ടിൽ കയറ്റിവിട്ടിട്ട് എൻ്റെ ശമ്പളം മേടിച്ചിട്ട് എൻ്റെ വണ്ടിപ്പെരിയാർ പാലത്തിനടിയിൽ പുള്ളി മോശം രീതിയിൽ പോയിട്ടുണ്ടോ ചോദിച്ചു നോക്ക്. ഞാനൊരു രൂപ പോലും വാങ്ങിച്ചിട്ടില്ല, എനിക്ക് ഒരു തന്നിട്ടില്ല. ഈ പുള്ളിക്കാരൻ ഗൾഫിന് പോയി, ശരിയാണ്. എന്റെ അമ്മയാണ് പശുവിനെ വിറ്റ് പൈസ കൊടുത്ത് ഈ പുള്ളിക്കാരിയെ വിട്ടത്. ഈ ഗൾഫിൽ പോയി ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി. പിന്നെ കാശ് വരുന്നില്ല, പുള്ളിക്കാരൻ തള്ളയുടെ പേരില്ല പൈസ വന്നത്. അത് പരിശോധിക്കാം. സ്റ്റേറ്റ് ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഇല്ല. ഞാൻ ഈ പുള്ളിക്കാരുടെ പേര് പൈസ അയച്ചിട്ട് ഞാൻ ചെക്ക് ഇട്ട് ടാറ്റ ചെക്കോ മാറിയിട്ടുമില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തൊക്കെ തന്നെ ആയാലും ഒരു അച്ഛന്റെ കടമ 20,000 രൂപയിൽ തീരുമോ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന്? 20,000 രൂപ എഴുതി വെച്ചു. അത് കൂടെ എത്ര പ്രാവശ്യം കടമ ഈ കുട്ടിയോട്? അല്ല, ഞാൻ അത് കഴിഞ്ഞ് ഈ 20,000 രൂപ എഴുതി വെച്ച കൂടാതെ എത്ര പ്രാവശ്യം പൈസ അയച്ചെന്ന് രണ്ടുപേരും ചോദിച്ചു നോക്കി. അതാ ഈ 20,000 പ്രാവശ്യം എനിക്ക് 2,000 രൂപ തന്നിട്ടുണ്ട്. അത് ഞാനായിട്ട് അങ്ങോട്ട് വിളിച്ച് അമ്മയുടെ പ്രശ്നമോ വാപ്പിച്ചയുടെ പ്രശ്നമോ ഇത് ഞങ്ങൾക്കും ഞങ്ങളുടെ വാപ്പിച്ചായിട്ടുള്ള പ്രശ്നം അതറിഞ്ഞത്. അമ്മയുടെ കഴിഞ്ഞത് ഞങ്ങൾക്ക് അത് അറിയത്തില്ല. അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. വാപ്പിച്ചയുടെ കഴിഞ്ഞ കാലവും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾക്ക് അറിയത്തില്ല ആ പ്രായത്തിൽ. ഇപ്പൊ ഞങ്ങൾക്ക് അറിയാന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഞങ്ങളെ വന്ന് കാണുന്നില്ല? ആരെയാ പേടിക്കുന്നത്? എന്തുകൊണ്ട് ഞങ്ങളെ കാണുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾ ശരി വരാൻ സാധിച്ചില്ല? വരണ്ട, ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കത്തില്ല. പിന്നെ ഞാൻ പള്ളിയുടെ വാതൊക്കെ വെച്ച് ഞങ്ങൾ ഒന്ന് വാപ്പിച്ച ഇതുവരെ ചോദിച്ചു. ഒരു ചെരുപ്പ് എടുത്തതാ, ഒരു ഡ്രസ്സ് എടുത്തതാ, ഒരു മുട്ടായി മേടിച്ചാ, ഒരു പെരുന്നാളിന് പോലും ഞാൻ ഈ 2 പിള്ളേരെ കൊണ്ട് മുമ്പ് ഇരുത്തിക്കൊണ്ടാ പറഞ്ഞു. ഒരു മുട്ടായി ഞങ്ങൾക്ക് മേടിച്ചു തന്നിട്ടുണ്ടെന്ന് മുമ്പ് ഇരുന്ന് പറയാൻ പറ. അതെന്താ ഇങ്ങനെ ചെയ്തിട്ടില്ല? കുഞ്ഞുനാളിലെ തൊട്ട് എന്താ 7 വയസ്സ് വരെ എന്റെ വീട്ടിലാണ് നിന്നത്. എന്റെ വീട്ടില് ആണോ നിന്ന് അവിടെ ആ സ്കൂളിലാണ് ചേർത്ത് ഞാൻ പഠിപ്പിച്ചത്. 1ാം ക്ലാസ്സിൽ. അന്നേരം ഇവരുടെ പിള്ളേരുടെ വിദ്യകള നിന്റെ മക്കളല്ല, ഇത് എന്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് ബലമായിട്ട് കൂട്ടിക്കൊണ്ട് പോയി. ഞാൻ പണിക്ക് പോയ സമയത്ത് ഞാൻ വീട്ടിലങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി രാവിലെ ചായൻ്റെ ഇറങ്ങിപ്പോവും. ഏതെങ്കിലും വണ്ടിയെ ഞാൻ പോവും. ഞാനില്ലാ സമയത്ത് ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മായോട് ചോദിച്ചു, എന്റെ അമ്മ ജസീന ഷൈന എന്ത് ചോദിച്ചാൽ പറഞ്ഞു അത് അവരുടെ വിദ്യാലയൊന്നും കൊണ്ടുപോയെന്ന് പറഞ്ഞു. അവർക്ക് കൊണ്ടുപോകാൻ അവകാശം. ഞാൻ ചോദിച്ചപ്പോഴത്തേക്കാണ് ഇല്ലാത്ത പ്രശ്നം വേറെ ഉണ്ടാക്കിയത്. ഈ കഴിഞ്ഞിടയ്ക്ക് പള്ളിയിൽ പോയി ഫോൺ നമ്പർ വാപ്പിച്ച് എന്തുകൊണ്ട് വാപ്പിച്ച് ഇത്ര ആക്സിഡന്റ് ആയിട്ട് വന്ന് വാപ്പിച്ചോടൊന്നും ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ല. ഇതുവരെയും പോയിട്ടില്ല. അവർ വീടിന്റെ ഭാഗത്ത് പോയിട്ടില്ല. ചോദിച്ചു നോക്കിയാൽ മാഡം ശല്യം ചെയ്യുന്നില്ല. വല്ലപ്പോഴും ഞങ്ങൾ വരുന്ന ആരേലും പറഞ്ഞൊന്ന് പോകും. ഒരു മുട്ടായി ഞങ്ങൾക്ക് തരികയല്ല. വെറുതെ ഒന്ന് കണ്ടിട്ട് ഒരു ചോദിച്ചു നോക്കിയാൽ ഒരു മുട്ടായി തരികയല്ല. വെറുതെ ഒന്ന് കണ്ടിട്ട് 16 കൊല്ലം കൊണ്ട് ഗൾഫിൽ കിടക്കുന്ന അച്ഛനാ. ഒന്നും തരികയല്ല. ഞങ്ങൾ പ്രതീക്ഷിക്കത്തില്ല. കാരണം കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പോകും വരും. പറഞ്ഞിട്ടില്ല എപ്പ തന്നിട്ടുണ്ട് തിന്നിട്ടില്ല. 7 വയസ്സ് വരെ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിവില്ല. എനിക്ക് അതിന്റെ മറന്നുപോയി. എനിക്ക് 7 വയസ്സ് വരെ നടന്നു ഞാൻ പറഞ്ഞത് എനിക്കറിയാം. അല്ല പണ്ട് തൊട്ടേ ഇങ്ങനെ കാശ് തന്നു കഴിയുമ്പോ ഒരാഴ്ച കഴിയുമ്പോ അതങ്ങ് മറന്നു പോകും. കാശ് തീർന്നുമ്പോ അതങ്ങ് മറന്നു പോകും. അത് തന്തയും തള്ള മക്കളുമായിട്ടുള്ള ബന്ധം. ഈ മക്കളോട് പറയുന്നതാണ്, നിങ്ങൾ അവിടെ വരുവാണ് ചെളിക്കുടി വരാൻ പാടില്ല. വാപ്പച്ചി എവിടെ ഞങ്ങളുടെ വാപ്പച്ചി ഏത് വീട്ടിൽ അവിടെ ഞങ്ങൾ പോകും. വന്നാൽ ഞാൻ അടിച്ചിറക്കി വിടും. ഈ കഴിഞ്ഞ എനിക്ക് വീടുണ്ടല്ലോ, അവിടെ വരുന്നതെന്ന് ഞാൻ ചോദിച്ചോളൂ. ഞാൻ അവരുടെ ആശ്രിതമായിട്ടാ ഇപ്പൊ ജീവിക്കുന്നത്. എനിക്ക് ഇപ്പൊ ജോലി ചെയ്ത് ജീവിക്കാനുള്ള കണ്ടീഷൻ അല്ല. ഞാൻ ആരോഗ്യസ്ഥിതിയില്ല. ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ താഴുകയും ചെയ്യും, പ്രഷർ പൊങ്ങുകയും ചെയ്യും. അതുകൂടാതെ അത് ആ പേപ്പറിനകത്തെല്ലാം ഉണ്ട്. ആശുപത്രിയിൽ ഞാൻ പരിശോധിച്ചും ഓപ്പറേഷൻ ചെയ്തതല്ല. അപ്പൊ ഡോക്ടറിന് കുറെ റെസ്റ്റ് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചിലവിന് എല്ലാവരുടെ കൂടെ ഞാൻ ഇവരുടെ വരത്തില്ല. എന്താ സ്കൂളിലൊക്കെ പോയി കണ്ടുകൂടായിരുന്നോ മക്കളെ? സ്കൂളിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ ഹൈസ്കൂളിൽ ഞാൻ പോയി പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം.
എന്റെ ഭാഗം മാത്രം ജയിക്കാൻ വേണ്ടി അസത്യങ്ങളെ വളച്ചൊടിച്ച് സത്യമാക്കി അങ്ങനെ സംസാരിക്കരുത്. ഇവര് പറഞ്ഞു എനിക്ക് സ്ഥലമുണ്ട് 15 ലക്ഷം രൂപയ്ക്ക് വിറ്റ ഒരു 8 ലക്ഷം രൂപ 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ എടുത്തിട്ട് അതിന്റെ ഒരു വീട് എനിക്ക് വെച്ചാൽ മതി. നിങ്ങൾ വീടെടുത്തു, എനിക്ക് വീടും വേണ്ട. ആര് പറയാ? ഇവര് പറഞ്ഞ് 15 ലക്ഷം രൂപ കിട്ടും, 10 ലക്ഷം രൂപ വില പറയുന്നുണ്ട്, 15 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കും. 2 സെന്റ് സ്ഥലം, ആധാരം ഇല്ലാത്ത ഭൂമി, അതിനകത്തൊരു ഷെഡ് ഇരിപ്പുണ്ട്. ആ ഷെഡിനകത്ത് എന്റെ തള്ള 80 വയസ്സുണ്ട്. നല്ല ഒന്നാമത്തെ വീട് കെട്ടിയിട്ടുണ്ട് മാഡം. അത് ഇവിടുന്ന് ആള് വന്ന് കണ്ടാണല്ലോ. ഞാൻ വന്ന് വീട് കണ്ടു പോയി. നല്ല അത്യാവശ്യം നല്ലൊരു വീടുണ്ട്, 6 സെന്റ് വസ്തു ഉണ്ട് എന്നുള്ള അറിവാണ് കിട്ടിയതെന്നാണ് ഇവിടെ പറഞ്ഞത്. 6 സെന്റ് ഇല്ല, അത് പള്ളിക്കാരെ വിളിച്ച് ചോദിക്കാം. അല്ല, വീടുണ്ടല്ലോ, ഏതായാലും നല്ലൊരു വീടുണ്ടല്ലോ. വീടില്ല, ആസ്പെറ്റോസിറ്റി ഹോൾ ഓഫീസിന്റെ കട്ട കയറ്റി ആസ്പെറ്റോസിറ്റി തേച്ചിട്ടൊന്നുമില്ല. അതാണ് നല്ലൊരു വീട്. കിടക്ക ആരും ഇറക്കി വിടിയല്ല, അതേ ഉള്ളൂ. അല്ലാത്ത ആ വീടിനകത്ത് ഒരു മെച്ചവും ഇല്ല. പുള്ളിക്കൊരു വാശിയാണ് ഈ പിള്ളേർക്ക് അവിടെ നിന്നും കൊടുക്കുകയല്ല, അവിടെ കേട്ടിട്ടില്ല. മേഡം, ഞാൻ എന്റെ കയ്യിലുള്ള ഞാൻ കൊടുത്തിട്ടില്ലെന്ന് ഇപ്പൊ അവര് പറയുക. അത് പറഞ്ഞോട്ടെ, മനസാക്ഷി അനുസരിച്ച് ഞാൻ പറയാം. ഞാൻ കള്ളത്തരമൊന്നും പറയല. ഈ കള്ളത്തരം പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനുമില്ല. ഇവര് ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്. പിന്നെ ഇപ്പൊ വേറെ സ്വാധീനത്തില്ല ഇവര് പറയുന്നത്. മേഡം, എന്നെ മാനസരോഗി എന്ന് പറഞ്ഞ ഇടപാട് തീർക്കുമ്പോ എനിക്ക് മെന്റലാന്ന് പറഞ്ഞിട്ട് 25 കൊല്ലം ഇവരാണ് എന്നെ. ഫോൺ നമ്പർ തരാൻ പറഞ്ഞു. ഞാൻ ഫോൺ നമ്പർ വാപ്പിച്ച എന്റെ അടുത്ത് നമ്പർ തന്നു, ഫോൺ തന്നു. ഞാൻ ഫോണിൽ അടിച്ചിട്ടു. എന്നോട് പറഞ്ഞു നിന്റെ പേര് അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. റാഷിത്ത് നിന്ന് അടിച്ചുവിടും, ഇല്ല റഹീം എന്ന് അടിച്ചുവിടും, നിന്റെ പേര് അടിക്കുക. അതെന്തുകൊണ്ടാണ് മേഡം എന്റെ പേര് അടിച്ചിട്ട്? അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്നെ വീട്ടിൽ വഴക്ക് പറയുന്നു അറുത്തിട്ട്. അപ്പൊ അതൊന്നും അല്ലാന്ന് പറയാം. അത് എന്തുകൊണ്ടാണ് മേഡം? വഴക്ക് പറയുന്നവർക്കല്ല, എന്റെ ഇപ്പോഴത്തെ ഭാര്യ പുള്ളിക്കാരുടെ അടുത്ത് പല പ്രാവശ്യം ഈ പിള്ളേർ വീട്ടിൽ പോയിട്ടുണ്ട്. ചോദിച്ചു നോക്കിയോ, പല പ്രാവശ്യം പോയിട്ടുണ്ട്. നല്ല സമീപനം, കാപ്പി വെച്ച് കൊടുക്കും, ചോറുണ്ടാച്ചാൽ പോകാണെന്ന് പറയും. നല്ല സ്നേഹത്തോടെയും ഇതോടെ പെരുമാറിയിട്ടുള്ളൂ. ചോദിച്ചു നോക്കി, ശരിയാണോ? നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ ചായ വെച്ച് ചോറുണ്ട്, പൂരി അത് ഇതൊക്കെ ഉണ്ടാക്കി ആ പിള്ളേർക്കും കൊടുത്ത് ഇവരെ തീറ്റിച്ചിട്ട് എന്റെ ഭാര്യ വിട്ടിട്ടുള്ളൂ. പൈസ ഞാൻ ഇവർക്ക് ചെലവിന് പരിഹാരം കൂടെ കൊടുത്തിട്ടുണ്ട്. അത് എന്റെ ഈ കാശിലേക്ക് പുള്ളിക്കാരി ആരോടെങ്കിലും കൂട്ടുകാരുടെ വായ്പ വാങ്ങിച്ചെനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. ഇല്ലാന്ന് പറയരുത്, വാങ്ങിച്ചെങ്കിലേ വാങ്ങിച്ചു എന്ന് പറയണം. പിന്നെ എന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതെല്ലാം പറഞ്ഞ സത്യം തന്നെയാണ്. കറക്റ്റാണ്. 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച ആഭരണങ്ങളും അതിലേക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുത്ത് കല്യാണം നടത്തുന്നതിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഈ പിള്ളേരെ വിളിച്ച ബന്ധം തീർത്തപ്പോ ഈ പിള്ളേരെ വിളിച്ച അപ്പൊ പറഞ്ഞു ഈ പിള്ളേരെ ഞാൻ വിടത്തില്ല, ഈ പിള്ളേരെ ഞാൻ കുറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം, ഈ പിള്ളേരെ വിവാഹം അവിടെ ഒരു വിഷയമുണ്ട്. എത്തിഖാനയിലേക്ക് വിടാനല്ലേ കുട്ടികളെ ഞാൻ പറഞ്ഞു. വിവാഹം കഴിച്ചയക്കുമ്പോൾ എന്നാൽ കഴിയുന്നത് ചെയ്യാതിരിക്കാൻ പറ്റിയല്ലോ. അപ്പൊ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. ചിലപ്പോൾ കൂടിയിരിക്കും, ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അപ്പോഴുള്ള സിറ്റുവേഷൻ വെച്ച് ഞാൻ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവര് എല്ലാവരും കൂട്ടിട്ട് പറഞ്ഞു അതൊന്നും വേണ്ട, 20,000 രൂപ വെച്ച് 2 പിള്ളേരുടെ പേര് 40,000 രൂപ കൊടുക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അവനെ കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഇനി 40,000 രൂപ കൂടുതലായി കിട്ടിയാ അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞ പോലെ ഉറച്ചു നിൽക്കും ഞാൻ. നിങ്ങൾ പലതവണയായിട്ട് എന്റെ ഉണ്ടായുള്ളൂ. ഞാൻ ഗൾഫിലാണെന്ന് എനിക്ക് ശമ്പളം 10,000 രൂപയാണ് ശമ്പളം, ഇന്ത്യൻ പൈസ 10,000 രൂപ. ഹൗസ് ഡ്രൈവറാണ് ഞാൻ. അത് എന്റെ ചെലവ് കഴിയണം, എന്റെ തള്ളേന്ന് നോക്കണം, എന്റെ വീട്ടിലെ ചെലവുകൾ കഴിയണം, പിള്ളേരെ പഠിപ്പിക്കണം. അതിനിടയ്ക്ക് എന്ത് ബാലൻസ് വരും? അതിന് മിച്ചം പിടിച്ച് ഞാൻ പിന്നെ ഗൾഫിൽ കിടക്കുന്നവർക്കറിയാം, കുപ്പൂസ് 1 രൂപയുടെ കുപ്പൂസ് ഉണ്ടെങ്കിൽ 4 എണ്ണം കിട്ടും. ആ 4 എണ്ണം ഒരു കുപ്പൂസും വെള്ളവും കുടിക്കാൻ ജീവിച്ചിട്ടുണ്ട് അവിടെ. എന്നിട്ട് ആ പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പൊ പറയുന്നു പിള്ളേരെ പഠിപ്പിക്കണം, ഉത്തരവാദിത്തം. അന്ന് എന്തുകൊണ്ട് ഞങ്ങളെ അന്ന് ഞാൻ പഠിപ്പിച്ചു, അന്ന് ഞാൻ സ്കൂളിൽ ചേർത്തു, പഠിപ്പിച്ചു. ഞാനില്ല സമയത്ത് വിളിച്ചോണ്ട് പോയത് എന്റെ ഉത്തരവാദിത്തമാണോ? ഞാൻ ചോദ്യം ചെയ്തപ്പോ പറഞ്ഞു നിന്റെ മക്കളല്ലാതെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ, ഇവരുടെ വെള്ളമല്ല. അപ്പൊ നിങ്ങളുടെ മക്കളല്ലാതെയോ? അതുകൊണ്ടല്ലേ പിന്നെ ഞാൻ പൈസ കൊടുക്കാൻ സഹായിക്കാൻ പോയി അന്വേഷിക്കാൻ. ഇതെല്ലാം ഈ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം മാറി പറഞ്ഞത്. ഗൾഫിൽ ചെന്ന് കഴിഞ്ഞ അല്ല, ജലാലുദ്ദീൻ ആ പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഭാര്യയുടെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മക്കളല്ലാതാവോ? അത് ഞാൻ ഈ പിള്ളേരെ കാണാൻ പെരിയാറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. ചോദിച്ചു നോക്കി. അതെന്തായിക്കോട്ടെ, അവിടെ കഴിയുന്നു നിങ്ങളുടെ. ഞാനൊരു ഉടക്കിനും വഴക്കിനും ഇഷ്ടപ്പെടുന്ന ആളല്ലേ. ഞങ്ങൾ ഡൈവേഴ്സ് ആവാൻ വേണ്ടി പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ ഇവർ 2 വെള്ളിയാഴ്ച ഞാൻ പോകാതിരുന്നു. എന്നത്ര എനിക്ക് ഡൈവേഴ്സ് വേണ്ടാന്ന് വെച്ചിട്ട് ഒഴി മാറിയിട്ട് ഇവർ പെങ്ങളെ വിളിച്ചിട്ട്
അവളെ വിളിച്ച് ഇടപാട് തീർത്ത് വിടറ ജലാലെ നിനക്ക് വണ്ടി വാങ്ങിച്ചിടും, നിന്നെ ഞാൻ അളിയന്മാരുള്ള വീട്ടിൽ പെണ്ണ് കടിച്ചു വയ്ക്കും, തീർത്ത് വിടറ അവളെ എന്നും പറഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി വെല്ലു വിളിച്ചിട്ട് പള്ളി വാതിക്ക് ഞങ്ങളുടെ ജമാഅത്ത് പള്ളിയുടെ വാതിക്ക് വെച്ചിട്ട് എൻ്റെ നാത്തും പറയുന്ന പുള്ളിക്കാരൻ കഴിക്കുന്നത് പുള്ളി അകത്ത് നിൽക്കുക, നിന്നെയോ ഇനി വെച്ച് വാരിക്കല്ല എൻ്റെ വീട്ടിനകത്ത് ഞാൻ നിന്നെ കാണിച്ചു തരാം, നിന്നെ നിൻ്റെ മക്കളെ കാണിച്ചു തരാമെന്ന് വെച്ച് ഇപ്പുറം വെച്ച് ആങ്ങളോട് പറയുന്നു എത്തിങ്ങനെ കൊണ്ടുവിടാൻ പറയുന്നു. ഈ കൊച്ചുങ്ങളോട് എൻ്റെ ജമാഅത്തുകാർ ഇവരുടെ ജമാഅത്തുകാർ പറഞ്ഞെന്ന് പറയില്ലേ, പിന്നെ 20,000 രൂപ വെച്ച് തരാം, നിനക്ക് പറ്റുന്ന പോലെ നീ കൊടുക്ക്, നിനക്ക് കൂടുതൽ കിട്ടിയാൽ നീ കൊടുക്കുന്നത്, അങ്ങനെയൊന്നും അല്ല അതിൻ്റെ സത്യസന്ധത. നേരെന്ന് പറയുന്ന ഒരു സംഭവം അതല്ല. ഇവരുടെ ജമാഅത്തുകാർ പറഞ്ഞത് ജലാലിന് ഇത്ര കൊടുക്കാം, പുള്ളി പോലും തീരുമാനം എടുത്തില്ല, പുള്ളിയുടെ വാപ്പ തീരുമാനം എടുത്തില്ല, അവരുടെ ജമാഅത്തുകാർ എടുക്കുന്ന ഈ പുള്ളിയുടെ കുടുംബ തീരുമാനം ഈ പുള്ളിയുടെ എൻ്റെ ജീവിതത്തിനിടയിൽ കംപ്ലീറ്റ് തീരുമാനം എടുത്തത് ഇവരുടെ ജമാഅത്തിനകത്താണ്. എൻ്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും അല്ല, ഇവരുടെ സഹോദരിയും ആ കമ്മിറ്റിയിലുള്ള ആ ആൾക്കാർ ഒരു 3-4 ആൾക്കാർ വന്നിരുന്നു. ഇവരുമായിട്ട് കുറച്ച് അടുപ്പുള്ള ആൾക്കാർ. ഞാൻ ഒരു വേർതിരിവിൽ പറയുന്നതല്ല, ഇതിപ്പം അവരിപ്പോൾ ഇത് കേട്ടോണ്ടായിരിക്കും നാളെ കാണാൻ പോകുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തീരുമാനത്തിൽ ഇവർ നിന്ന് കൊടുത്തത്. ഈ കൊച്ചുങ്ങളെ കൊണ്ട് കായംകുളത്ത് എത്തിങ്ങനയിൽ കൊണ്ട് വിടാനാണ് ഇവർ തീരുമാനം എടുത്തത്. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡൈവേഴ്സിന്റെ 10ാമത്തെ ദിവസം ഇവർ കല്യാണം കഴിച്ചല്ലോ, മുൻകൂട്ടി അഡ്വാൻസ് എല്ലാ തീരുമാനം ഉണ്ടായിട്ടല്ലേ, ചാടിക്കറി അല്ലല്ലോ. ഈ കുട്ടികളെ കൊണ്ടുപോയി എത്തിങ്ങനയിൽ കൊണ്ട് വിടുക, എന്നെ ഒരു പ്രാന്ത്യപ്പുലാക്കി വിടുക, ഇങ്ങനെ ഒരു വേശ്യ മുദ്ര കുത്തി വിടുക എന്നെ. ഇതായിരുന്നു ഇവരുടെ സഹോദരിയുടെ. പുള്ളി ഞമ്മല്ലേ അന്നും ഇന്നും പുള്ളിക്ക് എന്നോട് സ്നേഹമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ മാസം വരെ ഞങ്ങൾ തമ്മിൽ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നവരാണ്. ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ എടുക്കാൻ തയ്യാറാണോ? ഞാൻ തരാം ഫോൺ കോൾ. സത്യം പറയുന്നത് ഞാൻ അംഗീകരിക്കാം. എടുത്തോളൂ. പുള്ളി നാട്ടിൽ വരുന്നതിന്റെ 10 ദിവസത്തിന് മുമ്പ് വരെ ഞങ്ങൾ തമ്മിൽ 16 കൊല്ലം ഫോണിൽ കൂടെ ഞാൻ വിളിച്ചിട്ടില്ല. 3 നമ്പർ മാറി എന്നെ വിളിച്ചിട്ടുണ്ട്. ഇവരുടെ നാട്ടിലെ നമ്പർ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഫോൺ കോൾ എടുക്കൂ. എന്റെ മസ്കലിലെ നമ്പർ ഞാൻ തരാം, പുള്ളിയുടെ സൗദിയിലെ നമ്പർ 3 നമ്പറുണ്ട്. ജിദ്ദയിൽ ദമാമിൽ ഇരുന്നപ്പോൾ നമ്പറുണ്ട്, റിയാദിൽ വന്നപ്പോൾ 2 നമ്പറാണ്. ഈ നമ്പർ 3 ഞാൻ തരാം. നാട്ടിൽ പുള്ളി ഇരുന്നപ്പോൾ നമ്പർ തരാം. നിങ്ങൾ എടുത്തോളൂ, അന്വേഷിച്ചോളൂ, ഞാനൊന്നും ഇടപെടുന്നില്ല. മൊബൈൽ ഓൺ ചെയ്ത് വയ്യുന്നേ. അപ്പൊ ഇതിങ്ങനെ കേട്ടോളൂ ആൾക്കാരെല്ലാം കൂടെ, ഇതിങ്ങനെ കേട്ടോളൂല്ലോ. ഇപ്പൊ മൊബൈലിനേക്കാൾ വലിയ മൊബൈൽ ഇപ്പൊ ഓണായി. തെളിവുകളുണ്ടാതെ ചുമ്മാ ആവശ്യമില്ലാത്ത ജലാലുദ്ദീൻ ഇവിടെ നമ്മൾ തെളിവ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള അല്ല, ഇതൊക്കെ അസത്യങ്ങളാ. അല്ല, അതിപ്പോ ഈ രണ്ടു കൂട്ടരും ഞാൻ വിളിച്ചില്ല, ഞാൻ വിളിക്കത്തുമില്ല. അദ്ദേഹത്തിന് പേടിയാണ് ഇപ്പോഴത്തെ. എനിക്ക് പേടിയില്ല. ഈ വഴിയുടെ കാര്യമില്ല. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഭാര്യ എനിക്കിപ്പോഴുള്ളൂ. അതെ, ആ ഒരു ഭയമാണ് പുള്ളിക്ക്. എനിക്ക് ഭയമില്ല. സമുദായ എന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് ഇപ്പൊ എന്റെ കൂടെ ഭാര്യ. സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു വിവാഹമല്ലേ, അതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. എനിക്കൊരു ഭയമില്ല. ഇവിടെ നമുക്ക് തീരുമാനം എടുക്കേണ്ടത് ഈ 2 കുട്ടികളെ നിങ്ങളുടെ കുട്ടികളല്ല എന്നൊരു വാദം നിങ്ങൾക്കില്ലല്ലോ. ഇല്ല, നിങ്ങളുടെ സന്തതികൾ തന്നെയല്ലേ. അതെ, അവരിവിടെ വന്നത് നിങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതാ ഞാൻ ചോദിച്ചത്. പോലീസ് സ്റ്റേഷനിലും ജമാഅത്ത് പള്ളിയിലും പിന്നെ പെറ്റീഷൻ കൊടുത്തിട്ടാണോ തന്റെ കാണുന്നത്? അങ്ങനെ അതിനുള്ള സാഹചര്യം അതായിരുന്നു. അത് പറയരുത് അങ്ങനെ. ഇതിപ്പോ ഇവിടെ ഈ പറഞ്ഞ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മുമ്പായി വന്ന് അവരെ സങ്കടങ്ങൾ പറഞ്ഞ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു വേദി എന്ന നിലയിൽ മാത്രമാണ് അവരിവിടെ വന്നത്. അത് ഒരു സാമൂഹ്യ മനസാക്ഷിയെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ സാമൂഹ്യ മനസാക്ഷിക്ക് ഒരു സന്ദേശം നൽകാനോ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ പറഞ്ഞു എന്റെ പെങ്ങളാണ് ഈ കല്യാണത്തിന് പിന്നെ സമ്മതിപ്പിച്ചത് എന്ന് പറഞ്ഞു. ഞാനും പുള്ളിക്കാരിയും തമ്മിൽ വിവാഹം കഴിച്ചതിന് അത് പിരിയുമ്പോൾ പെങ്ങൾ ഇതിനകത്ത് ഒന്നുമല്ല, നിരപരാധിയാണ് പുള്ളിക്കാരി. അല്ല, പുള്ളിയുടെ ഭാഗങ്ങളെല്ലാം അങ്ങ് ന്യായീകരിക്കുകയാണല്ലോ. അത് ശരിയല്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പോ ഒരു മിനിറ്റ് മേഡം, എനിക്ക് ഒരു സത്യം. ഞാൻ അതിന് വേണ്ടി ഇവിടെ വന്നത്, എനിക്ക് വേറൊന്നും വേണ്ട. പുള്ളി ഇപ്പൊ പറഞ്ഞല്ലോ പുള്ളിയുടെ പെങ്ങളല്ലെന്ന്. പുള്ളിക്ക് എന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നിങ്ങൾ എന്റെ ഫോൺ കോൾ 16 കൊല്ലത്തെ ഫോൺ കോൾ മാത്രം എടുക്കാൻ പറ്റുമോ? അതെടുത്തു കഴിഞ്ഞാൽ പുള്ളി ഇന്ന് തലേ കൂടെ കറുത്ത തുണി ഇടേണ്ട അവസ്ഥ.